അയ്യോ, വല്ലതും കഴിച്ചിട്ട് ദിവസം 2 ആയി. ഉച്ചയ്ക്ക് മുമ്പ് എന്തെങ്കിലും കൊണ്ട് തരാമെന്ന് പറഞ്ഞു പോയ ആ മണ്ടൻ ഷേരുവിനെയും കാണുന്നില്ല. ഞാനിപ്പോൾ വിശന്ന് ചാകും. അതെന്താ അവിടെ എഴുതി വച്ചിരിക്കുന്നു? ഇറച്ചി തിന്നുന്നവർ ശ്രദ്ധിക്കുക. കൂടുതൽ വിവരങ്ങൾ അടുത്ത കല്ലിൽ. അടുത്ത കല്ലോ? അതായിരിക്കും. തടിച്ചുരുണ്ട മുയലുകൾ. ബാക്കി അടുത്ത കല്ലിൽ. എൻ്റെ അമ്മോ, എവിടാണാവോ മുയലുകൾ? കൊഴുകൊഴുത്ത മാനുകൾ. ബാക്കി അടുത്ത കല്ലിൽ. ചുമ്മാ കൊതിപ്പിക്കാൻ ഓരോന്ന് എഴുതി വെച്ചോളും. ഷോ, അതായിരിക്കും അടുത്ത കല്ല്. അല്ലെങ്കിൽ കാട്ടുപോത്തിന്റെ ഇറച്ചി. നടക്കുക. ഇവയിൽ ഏതാണ് നിങ്ങളുടെ ഉച്ചഭക്ഷണം? ഏതാണെങ്കിലും മുന്നോട്ട് നടക്കുക. അയ്യോ, ഏതായാലും മതി. ഞാൻ വരുന്നു. വരൂ, ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ഞാൻ വരുന്നേ. അതിന്റെ പിന്നിലായിരിക്കും മാനും മുയലും. താനെന്താടോ ഇവിടെ? ഇതുകൂടി വായിക്ക് സൂത്ര, അപ്പ പിടികിട്ടും. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് കിട്ടിയാൽ ഇത്തിരി ബാക്കി വെച്ചേക്കണം. ഞങ്ങൾ 2 ദിവസമായി പട്ടിണിയാണ്, ഷേരുവും സൂത്രനും. എൻ്റെ അമ്മേ, അയ്യോ. ദേ തോന്നി ആരെങ്കിലും വരും സൂത്ര. പ്രഭു, നമ്മുടെ രാജ്യത്തെ കെട്ടിടങ്ങൾ പണിയുന്ന കല്ലുകൾ ശരിയല്ലെന്ന് പരാതി. ദേ, പരാതിക്കാരൻ വന്നിട്ടുണ്ട്.
കെട്ടിടങ്ങൾ പണിത കല്ലുകളുടെ ഉറപ്പിനെക്കുറിച്ചാ അടിയന്റെ പരാതി. കൊട്ടാരം ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾക്ക് ഈ പ്രശ്നമുണ്ട്. അയ്യോ, അപ്പോൾ എന്ത് ചെയ്യണമെന്നാ? കൊട്ടാരം മാറ്റിപ്പണിയാനുള്ള കല്ലുകൾ അടിയൻ കൊണ്ടുവരാം, കല്ലുപണിക്കാരെയും കൊണ്ടുവരാം. ശാസ്ത്രമനുസരിച്ച് കല്ലുപണിക്കാരെ കൊണ്ടുവന്നാൽ കല്ല് പണിയാൻ പറ്റും. കൊട്ടാരം പണിയാൻ കൊട്ടാരം പണിക്കാരെ കൊണ്ടുവരണം. തന്നോട് ചോദിച്ചില്ല. ശരി, കല്ല് കൊണ്ടുവന്നോളൂ. പക്ഷേ നല്ല ഉറപ്പുള്ളതായിരിക്കണം. അയ്യോ, അത് പറ്റില്ല. ഇപ്പോഴത്തെ കല്ലുകൾക്ക് ഉറപ്പ് കൂടുതലാണ് എന്നതാണ് പ്രശ്നം. കള്ളന്മാരായ ഞങ്ങൾക്ക് കെട്ടിടമൊക്കെ കുത്തിപ്പൊളിക്കാൻ എന്ത് വിഷമമാണെന്നോ. ഒരു ദിവസം ഞാൻ അടുത്ത ഗ്രാമത്തിൽ പോയി വന്നതാണ് കേട്ടാ. നേരെ ഇരുട്ടി. എനിക്ക് പേടിയാവുന്നുണ്ട്. നീ ചുമ്മാ പേടിക്കാതെ വാടി. എന്തൊരു ഇരുട്ടാണപ്പോ, കണ്ണ് കാണാൻ കൂടി വയ്യ. എല്ലാരും എന്റെ പിന്നാലെ വാ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അയ്യോ, എന്താ അത്? എന്താ ഒരു ശബ്ദം? അയ്യോ, ശിക്കാരിയോ? നിങ്ങളോ? ശിക്കാരിയെ കണ്ടത് ഭാഗ്യം. എന്റെയും. വാ വാ. ശിക്കാരി, പേടി മാറാൻ എന്ത് ചെയ്യണം? ചുമ്മാ എന്റെ ചുറ്റും ഇങ്ങനെ നടന്നാ മതി. അതിരിക്കട്ടെ, എന്ത് പേടിയാണ്? പുലിപ്പേടിയാ? ശിക്കാരി അറിഞ്ഞില്ലേ, ഗ്രാമത്തിൽ ബ്ലാക്ക് മാൻ ഇറങ്ങിയിട്ടുണ്ട്. ബ്ലാക്ക് മാനോ? തള്ളയല്ല, അതാര്? ഭയങ്കരനാ. കൊന്നത്തങ്ങിന്റെ ഉയരം, ഉണ്ട തലയും കണ്ണും. അയ്യോ, എന്തൊരോ ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടാ. പേടിക്കണോ ശിക്കാരി? അയ്യോ, ബ്ലാക്ക് മാൻ. ഭൂതം! ഭഗവാനെ, എന്ത് നാശമാണ് ഈ കാണുന്നത്? ബോധം പോകുന്നതിന് മുമ്പ് പതിവ് പോലെ വെടി പൊട്ടി. കൊണ്ടത് എവിടെയാണോ എന്തോ. ഭീകരൻ താഴെ വീണ് കേട്ടാ. എടോ, ഇത് പൊയ്ക്കാലിൽ നടന്നതാ. തലയിൽ കലം. ഇവൻ തട്ടിപ്പാ. ബ്ലാക്ക് മാൻ ശിക്കാരി വീഴ്ത്തിയേ. ബ്ലാക്ക് മാൻ വീഴ്ത്തിയ ശിക്കാരിക്ക്. ഞാനൊരു ഭയങ്കര സംഭവമാണ് കേട്ടാ. എടോ, നമ്മുടെ ആനച്ചേട്ടനെ പറ്റി ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. അതൊന്നും അങ്ങോട്ട് പാടാം. ഇഷ്ടപ്പെട്ടോന്ന് പറയണം കേട്ടോ. ശരി ശരി. തടിയായെന്നു വിളിക്കുന്നോരെ തല്ലിക്കൊല്ലും ചേട്ടാ ഞാൻ,
മടിയാ എന്ന് വിളിക്കുന്നോരെ മാന്തി കൊല്ലും ചേട്ടാ ഞാൻ. ഹൈ 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 തടിയാ എന്ന് വിളിക്കുന്നോരെ തല്ലിക്കൊല്ലും ചേട്ടാ ഞാൻ. ഹൈ, ഹ, എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? പോരാ പോരാ. ഞാൻ എഴുതിയ പാട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലടാ? ഓടറാ. ഇങ്ങർക്ക് പട്ടാന്ന് തോന്നണേ. ഏയ് കുട്ടി, ഒന്ന് ഇവിടെ വരൂ. ഞാൻ എഴുതിയ ഒരു കവിത അങ്ങോട്ട് കേൾപ്പിക്കാം. എന്താ? ശരി, കേക്കട്ടെ. തടിയാ എന്ന് വിളിക്കുന്നോരെ തല്ലിക്കൊല്ലും ചേട്ടാ ഞാൻ. മടിയാ എന്ന് വിളിക്കുന്നോരെ മാന്തി കൊല്ലും ചേട്ടാ ഞാൻ. ഐ ഐ തടിയാ എന്ന് വിളിക്കുന്നോരെ തല്ലിക്കൊല്ലും ചേട്ടാ ഞാൻ. മടിയാ എന്ന് വിളിക്കുന്നോരെ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഞാനേ ആ ആനച്ചേട്ടനോട് പറയും പോലെ എഴുതിയ പാട്ടാ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? പാട്ട് ഇത് തീരെ പോരാ. വിവരം കേട്ടവനെ, എന്റെ കവിത കൊള്ളില്ലത്രേ. മടിയാ എന്ന് വിളിക്കുന്നോരെ മാന്തിക്കൊല്ലും ചേട്ടാ ഞാൻ. ഹോയ് ഹോയ്. ചേട്ടന് നേരെ മിണ്ടിപ്പോയാൽ മിണ്ടുന്നോരുടെ തലവെട്ടും. ചേട്ടന് നേരെ മിണ്ടിപ്പോയാൽ മിണ്ടുന്നോരുടെ തലവെട്ടും. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടാ? കൊള്ളാലേ? ആനച്ചേട്ടനെ പറ്റിയുള്ള പാട്ടാ. ശരിയായിട്ടില്ല, കുറെ കൂടി ശരിയാക്കാനുണ്ട്. അപ്പൊ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? നിന്നെ ഞാൻ ഓർഡർ അവിടുന്ന്. വെറുതെ അല്ലടാ ഓട്ട മത്സരത്തിൽ ആ ആമ നിന്നെ തോപ്പിച്ചത്. നീയൊന്നും ഒരിക്കലും ഗുണം പിടിക്കത്തില്ല. അക്കു വാ, ഇങ്ങനെ ഒരു പാഠം പഠിപ്പിക്കണം. അതെ ഇക്കു, വാ നമുക്ക് നോക്കാം. എടാ മക്കളെ, വാടാ പിള്ളേരെ, ഈ കണ്ടങ്കരടിച്ചേട്ടന്റെ പാട്ടൊന്ന് കേട്ട് നോക്ക്. ശരി ശരി. ശരി. തടിയാ എന്ന് വിളിക്കുന്നോരെ തല്ലിക്കൊല്ലും ചേട്ടാ ഞാൻ. ഹോയ്. മടിയാ എന്ന് വിളിക്കുന്നോരെ മാന്തിക്കൊല്ലും ചേട്ടാ ഞാൻ. യോ യോ. ഏയ് ചേട്ടന് നേരെ മിണ്ടിപ്പോയാൽ മിണ്ടുന്നോരുടെ തലവെട്ടും. യോ യോ. കണ്ടാലുടനെ കുനിയാത്തോർക്കി കണ്ടൻ കവിയുടെ ഇടി കിട്ടും. കണ്ടാലുടനെ കുനിയാത്തോർക്കി കണ്ടൻ കവിയുടെ ഇടി കിട്ടും. ഇതാരെ പറ്റിയാ കണ്ടൻ ചേട്ടാ? ആ ഇതോ, ഇത് നമ്മുടെ ആ തടിയൻ പെരുവയറിന് ആനയില്ലേ, ആ പോക്കിരി. അവനെ ഒന്ന് സോപ്പിടാൻ വേണ്ടി എഴുതിയ കവിതയാ. ഓഹോ. ഇതവൻ അങ്ങ് കൊടുത്താ വലിയ സന്തോഷമായിക്കൊള്ളും. പിന്നെ എനിക്ക് അവന്റെ ഇടി പേടിക്കണ്ടല്ലോ. ഞങ്ങള് ഫ്രണ്ട്സ് ആവൂല്ലേ എപ്പടി? എന്തായാലും സംഗതി കലക്കി. ഒരു കാര്യം ചെയ്യും, ചേട്ടൻ 2 വരി കൂടി എഴുത്. അപ്പോഴേക്കും ഇതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 വരികൾ മാത്രം പകർത്തി ആ തടിയനാനയെ കാണിച്ചിട്ട് വരാം. ചേട്ടൻ എഴുതിയതാണെന്ന് പറഞ്ഞേക്കാം. ആ അത് മതി, അത് മതി, അത് മതി. ബാക്കി കൂടി വേഗം എഴുതി തീർക്കണേ ചേട്ടാ. ശരിയടാ, ശരി ശരി. ഓ എന്ത് നല്ല പിള്ളേരാ. കണ്ടാലുടനെ ഹൈ 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 ഹൈ. കണ്ടാലുടനെ കണ്ടാൽ
തടിയാ എന്ന് തുടങ്ങുന്ന പാട്ട് നീയാണോ എഴുതിയത്? ആ അതെ അതെ അതെ. ഞാനേ ഈ ചേട്ടനോട് പറയുന്ന പോലത്തെ ഒരു സ്റ്റൈലിൽ അങ്ങോട്ട് എഴുതിയതാ. സൂപ്പർ അല്ലേ ചേട്ടാ? നീ എന്റെ തല കെട്ടുമല്ലേ? അമ്മേ, അയ്യോ! എന്നെ കൊല്ലല്ലേ, അയ്യോ! ചേട്ടന്റെ പാട്ടിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 5-6 വരികളാ ആ വയറനാനയ്ക്ക് പകർത്തി കൊടുത്തത്. അതിനാണോ ആ ദുഷ്ടൻ ചേട്ടനെ ഈ പരുവത്തിലാക്കിയത്? ഏതൊക്കെ വരികളാടാ പകർത്തി കൊടുത്തത്? ഒന്ന് കേക്കട്ടെ. അയ്യോ എന്റെ അമ്മോ. തടിയാ മടിയാ തലവെട്ടും, കണ്ടാലുടനെ ഇടികിട്ടും, കണ്ടൻ കവിയുടെ ഇടികിട്ടും. അയ്യോ, ഇങ്ങനെ പകർത്തരുത് കേട്ടോ. എന്നെ എടുത്തിട്ട് തകർത്ത് വാരിയില്ലേ ആ ദുഷ്ടൻ, എന്റെ അമ്മോ. കള്ള കവിക്ക് അങ്ങനെ തന്നെ വേണം. ഇനി മേലാല് ഇങ്ങനത്തെ പാട്ട് എഴുതരുത്. കമാണിക്കൂ. പ്രഭു പ്രഭു പ്രഭു, റോഡിലൊക്കെ ഭയങ്കര കുഴിയാണെന്ന് പരാതി. ആരവിടെ? കുഴി മുഴുവൻ മൂടൂ. ഈ ശാസ്ത്രമനുസരിച്ച് പാത്രത്തിലും വെള്ളമൊഴിക്കാം, കുഴിയിലും വെള്ളമൊഴിക്കാം. അതുകൊണ്ട് പക്ഷെ കുഴി മൂടിയാൽ കുഴി കാണില്ല, പാത്രം മൂടിയാൽ പാത്രം കാണാം. മതി, താനിനി മിണ്ടണ്ട. പ്രഭു, വേറെ പരാതിക്കാര് വന്നിട്ടുണ്ട്. വരാൻ പറയൂ. പ്രഭു, ഞങ്ങളുടെ മഴവെള്ള സംഭരണി കേടാക്കി. ശാസ്ത്രമനുസരിച്ച് മഴവെള്ളം ഭരണിയിലെടുത്താൽ മഴവെള്ള സംഭരണിയായി. തന്നോടല്ലേ മിണ്ടരുതെന്ന് പറഞ്ഞത്? ആരവിടെ? കേടാക്കിയവരെ ഹാജരാക്കൂ. അപ്പൊ കേടാക്കിയത് കൊട്ടാരത്തിലെ പണിക്കാരാ. റോഡിലെ കുഴികളിലാ ഞങ്ങൾ മഴവെള്ളം സംഭരിച്ചിരുന്നത്. അതുകൊണ്ട് കുഴി മൂടിയപ്പോ സംഭരണി ഇല്ലാണ്ടായി. രാജാ